ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളോട് സംസാരിച്ചത് എന്തിനാണ് എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അവരോട് സംസാരിച്ചു, ശിഷ്യന്മാരോട് സംസാരിച്ചു, ആ ജനങ്ങളോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. കാരണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു കഷ്ടപ്പാടുള്ള ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടുക, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുക. ധൈര്യപ്പെടാനുള്ള കാരണം എന്താണ്? ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇത് എല്ലാവർക്കും അത് മനസ്സിലായോ? ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എല്ലാവർക്കും ഉണ്ട് കഷ്ടം. കഷ്ടം ആർക്കും ഇഷ്ടമുള്ളതല്ല. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നു, കഷ്ടമുണ്ട്, ശരിയാ, പക്ഷേ നിങ്ങൾ ധൈര്യപ്പെട്ടു, കാരണം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആ ഞാൻ ആരാണ്? ഞാൻ സകലത്തിനും മതിയായവൻ. സകലത്തിനും മതിയായ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും കഷ്ടമുണ്ട്. ലോകത്തിലുള്ള എല്ലാവർക്കും കഷ്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക. ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ് അവരോട് പറയാണ്, ഇതുവരെ മൂന്നര വർഷം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഏത് ബുദ്ധിമുട്ടിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാമായിരുന്നു. നിങ്ങൾ എന്നോട് പറയുമ്പോൾ അതിനൊരു ഒരു ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷേ നമ്മളോട് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെട്ടു. എന്താ ധൈര്യപ്പെടാനുള്ള കാര്യം? എന്താണ്? ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കർത്താവ് തന്നത്. പക്ഷേ കർത്താവ് അതിനോട് ചേർത്ത് പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ. കർത്താവാണ് പറയുന്നത്. എങ്ങനെയാണ് കർത്താവ് ലോകത്തെ ജയിച്ചത്? അത് നമുക്കൊന്ന് നോക്കാം. ആ കാഴ്ചയോട് പിൻപറ്റിയാൽ നമുക്കും ലോകത്തെ ജയിക്കാം. അതുകൊണ്ട് നമ്മളെ കർത്താവിൻ്റെ കാഴ്ചയോടൊന്ന് നമുക്ക് നോക്കാം എന്ന് ഞാൻ ആശിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 10 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത്, പാപങ്ങളെ നീക്കുവാൻ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. 5 മുതൽ
പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ആ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഞാനൊന്ന് വായിക്കണോ? അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കും. അതുകൊണ്ട് അവിടെ ഒന്ന് വായിച്ചേക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല. അവര് എല്ലാ ആണ്ടിലും യെരൂശലേം ദേവാലയം ദൂരെയാണ്, അവരുടെ വീട്ടിൽ നിന്ന് വളരെ അകലെയാണ്. അപ്പോൾ വളരെ അധ്വാനിച്ചാണ് അവർ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്നത്. അങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ അവിടെ ചെന്ന് കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ ആരാധകർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകില്ലയോ? എന്നാൽ ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ വരുന്നു. അവിടെ ചെന്ന് യാഗം കഴിക്കുമ്പം എന്താണ്, അവർക്ക് പാപങ്ങളുടെ ഓർമ്മയാണ് വരുന്നത്. പാപങ്ങളുടെ ഓർമ്മ വരുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അവിടെ പോയി യാഗം കഴിക്കുന്നത് എന്തിനാണ്? കാളയോ ആടിനെയോ ഒക്കെയാ. അപ്പോൾ ഈ കാളയെ യാഗം കഴിച്ചുകൊണ്ട് അല്ലെ ആടിനെ യാഗം കഴിച്ചുകൊണ്ട് അതിൻ്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ലോകത്തിലേക്ക് കർത്താവ് വരുമ്പോൾ കർത്താവ് പറഞ്ഞതാണ് എന്താണ്? 5-ാം വാക്യം, ഹന്യാഗവും വഴിപാടും ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എനിക്കൊരു ശരീരം കർത്താവ് പിതാവാം ദൈവം, ഞാൻ ആത്മാവായിരുന്നു, ഇപ്പൊ പിതാവാം ദൈവം എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു. എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അന്ന് പുസ്തകം ഇതുപോലത്തെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന കാലമല്ല. അന്ന് മരത്തിൻ്റെ ഭാഗങ്ങളോ ഒക്കെ ഏറ്റവും കട്ടി കുറഞ്ഞതെടുത്ത് അതിനകത്ത് എഴുതുന്നതായിരുന്നു. അത് ഇങ്ങനെ ചുരുട്ടി വെക്കും. അതുകൊണ്ട് പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. കർത്താവ് പറയുന്നത് നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. അപ്പോൾ ആ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുക നമുക്ക് വേണ്ടിയിട്ട്. നമുക്കത് നീക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളുടെ പാപത്തെ, സർവ്വലോകത്തിൻ്റെയും പാപത്തെ, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തെ. പക്ഷേ അതാർക്കാ പ്രയോജനം കിട്ടുന്നത്? ആ പാപം നീക്കിയതിൻ്റെ പ്രയോജനം കിട്ടുന്ന ആർക്കാ? ആരത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു അവന് മാത്രമാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. പുത്രൻ ലോകത്തിലേക്ക് വരുമ്പോൾ തന്നെ ഉള്ള തീരുമാനം ഇതാ. ലോകത്തിലേക്ക് വന്ന എന്താണ്? ഈ ക്രൂശ് എടുക്കാനാണ് വരുന്നത്. നീ എനിക്ക് ഒരുക്കിയിരിക്കുന്ന ശരീരത്തിൽ നിന്റെ ഇഷ്ടം, എനിക്കൊരു ശരീരം നീ ഒരുക്കിയിരിക്കുന്നു, ആ ഒരുക്കിയിരിക്കുന്ന ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. കർത്താവ് അത് പറയുകയാണ്. കർത്താവ്
സ്നാനം ഏറ്റുകഴിഞ്ഞ ഉടനെ തന്നെ പിതാവാം ദൈവം അവിടെ നിന്ന് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനമേറ്റ് യോർദാൻ നദിയിൽ നിന്ന് കയറുന്ന ആ സമയത്ത്, സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിതാവാം ദൈവം വിളിച്ചു പറയുകയാണ് ആകാശത്ത് നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. മത്തായി 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുന്നത്. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് യോഹന്നാൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഓ, പ്രിയപുത്രൻ സ്നാനമേറ്റപ്പോ സ്നാനവും മരണവും ഒന്നാ. മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്, ശരീരത്തെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് സ്നാനം. മരണത്തിന് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ മുക്കുമ്പം അവിടെ മരണത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ജീവനോടെ ഇരിക്കുന്ന ഒരാളെ കൊല്ലാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആ ആള് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോ ആ വീണ്ടെടുപ്പാണ് അവിടെ അത് കാണിക്കുന്നത്. നമ്മുടെ രക്ഷയുടെ വീണ്ടെടുപ്പ് അവിടെ കാണിക്കുന്നത്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. പരിശുദ്ധാത്മാവിൻ്റെ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും കൂടെ കഴിഞ്ഞു. ഇവിടെ സ്നാനം കഴിഞ്ഞു, പരിശുദ്ധാത്മ സ്നാനവും കഴിഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവനിൽ വാസം ചെയ്യുകയാണ്. പിന്നീട് പരിശുദ്ധാത്മാവാണ് അവനെ ലീഡ് ചെയ്യുന്നത്. ഇത് വീണ്ടും മത്തായി 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്. പിതാവ് തൻ്റെ പുത്രനെ കുറിച്ച് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, ഇല്ല, അത്രമാത്രം റിപ്പീറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന് കർത്താവിനെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. ബേത്ലഹേമിൽ മുതൽ കാൽവറി വരെ യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി സ്വന്തം ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിച്ചു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിച്ചു. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ വായിക്കുന്നത്. യോഹന്നാൻ്റെ 17-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച് നിന്നെ മഹത്വപ്പെടുത്താനാണ്. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് തന്ന വേല ഞാൻ
തികച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവ് നമുക്ക് തന്ന വേല തികച്ചിരിക്കുന്നു പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? പക്ഷെ കർത്താവ് യേശു ആ വേല തികച്ചു, തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ എന്ന് കർത്താവ് പറയുന്നു. യോഹന്നാൻ 6:38 വായിക്കുന്നത്, 6:38 നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. കർത്താവിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ് കർത്താവ് പറയുന്നത്. അത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം, ഇഷ്ടം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അതാണോ? എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകും, അതിൻ്റെ അവസാനം ഒരു അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാനോ ഓക്കെ. പക്ഷെ എന്നിട്ട് നമ്മളുടെ ചിന്ത എന്താണ്? നമ്മൾ മുഴുവൻ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യേശുവിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ വളരെ അകലമാണ് ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ ആ ഇഷ്ടം തന്നെ ആയിരിക്കണം നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒന്ന് മാറ്റണം. നമ്മുടെ ലക്ഷ്യം നമ്മൾ മാറ്റണം. അത് അപ്പോസ്തലപ്രവൃത്തി 14-ാം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും അന്ന് അപ്പോസ്തലൻ പറഞ്ഞു. എന്താ? അനേക കഷ്ടങ്ങളിൽ കൂടെയാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്, അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടത് എന്ന് പ്രബോധിപ്പിച്ചു. പൗലോസ് അങ്ങനെയാണ് ആൾക്കാരെ, അന്നത്തെ ശിഷ്യന്മാരെ ഉറപ്പിച്ചത്. പൗലോസ് ഉറപ്പിച്ചത് കർത്താവിൻ്റെ ശിഷ്യന്മാരെ അല്ല, പൗലോസിന്റെ ശിഷ്യന്മാരെ ഉറപ്പിച്ചു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം 21-ാം പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ജീവിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിനാണ്, പക്ഷെ മരിക്കുകയാണെങ്കിൽ എനിക്ക് ലാഭമാണ്. ഇതായിരിക്കണം നമ്മുടെ ആ ചിന്ത. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ 2 തീമോഥെയോസ് 4:7-8 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ, ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ നമുക്ക് തരും. ആ പൂർണ്ണ വിശ്വാസത്തോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അവൻ പറയാൻ നമുക്ക് പറയാൻ നമ്മൾ
സത്യത്തിൽ നമുക്കത് പറയാൻ കഴിയുമോ? ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമുക്ക് പറയാനായിട്ട്, എനിക്ക് പറയാനായിട്ട് പ്രയാസമാണ്. നല്ലപോർ പൊരുതു എനിക്ക് പ്രയാസമാണ്. പക്ഷേ പൗലോസ് അത് പറയുന്നെങ്കിൽ നമുക്കും പറയാൻ അതനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പൗലോസ് അങ്ങനെ ഉറപ്പോടെ പറയുകയാണ്, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. കർത്താവിന്റെ നാമനിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? കർത്താവിന്റെ നാമനിമിത്തം നാം പല അവസരത്തിലും ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. മത്തായി 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി 5 10 മുതൽ 12 വരെ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഉപദ്രവിക്കപ്പെടും. അങ്ങനെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ ലോകത്തിലുള്ളവര് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മളെക്കുറിച്ച് എങ്ങനെ തിന്മ പറയുന്നുണ്ടോ ലോകം? പറയുന്നില്ലെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരല്ല. ലോകം പറയട്ടെ. ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 12 മുതൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. പത്രോസ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താണ് പത്രോസ്? സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധന എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് നമ്മളെ ശോധന ചെയ്യുന്നത്. അപ്പോൾ അത് ഇച്ചിരി കട്ടിയാണ്. തീ കൊണ്ട് ശോധന ചെയ്താൽ നമ്മൾ മരിച്ചു പോവും, അല്ലേ? അതുപോലെയുള്ള ശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നമുക്ക് സംഭവിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരപൂർവ കാര്യം സംഭവിച്ചു. അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അതുണ്ടാകും. അതുകൊണ്ട് അതിശയിക്കണ്ടെന്ന് പറയുന്നേ. അങ്ങനെ സംഭവിക്കാം. അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും
സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്ക് ഉള്ളവരാണോ? ഉള്ളവരാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക, സന്തോഷിക്കുക. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഉല്ലസിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. പ്രത്യക്ഷതയെങ്കിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ. ഇപ്പോഴല്ല, കർത്താവ് എന്ന് മടങ്ങി വരുവോ നമ്മളെ ചേർക്കുവോ അന്നേരം ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രബോധനം കൂടെ പറയാം നമുക്ക്. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. അവർ കഷ്ടം സഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ അങ്ങനെയല്ല കഷ്ടം സഹിക്കേണ്ടത്, ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പല കാര്യങ്ങളിൽ ഇടപെടുന്നവരായിട്ടും അല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അതെ, നമ്മളൊരു ക്രിസ്ത്യാനിയായി എന്നുള്ള കാരണം കൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ ചെയ്യേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ദൈവഗ്രഹത്തിൽ ന്യായവിധി ഉണ്ടാകുകയാണെങ്കിൽ നമ്മളിൽ എന്തായിരിക്കും? ന്യായവിധി ഉണ്ടാകും. അതിനുള്ള സമയമായിരിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇതായിരിക്കണം നമ്മളുടെയും അകത്ത് ഉള്ളത്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അപ്പോൾ മരണത്തിന് എപ്പോഴും തയ്യാറായിരിക്കുക. കർത്താവിൻ്റെ നാമം നിമിത്തം നാം ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വായിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നമ്മൾ ലജ്ജിക്കരുത്, ഇട്ടു പോകരുത്. വെളിപ്പാട് പുസ്തകം 33-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21. ജയിക്കുന്നവന്, തോൽക്കുന്നവന്, ജയിക്കുന്നവന്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, പരീക്ഷയുണ്ട്. അവിടെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ, കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എങ്ങനെ? ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിൽ വന്നു, കർത്താവ് അവിടെ ജയിച്ചു, ജയാളിയായി. ക്രൂശി തറച്ചപ്പോൾ ലോകം വിചാരിച്ചു തോറ്റുപോയെന്ന്. പക്ഷേ കർത്താവ് അവിടെ ജയിക്കുകയായിരുന്നു, ജയിച്ച് ജയാളിയായി. ഞാനും എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്കും അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു സാധ്യത അവിടത്തെ കാണുന്നു. പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ജീവിച്ചിട്ട്, അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ ക്രൂശിൽ കയറി. പാപം ചെയ്യുന്നവരാണ് ക്രൂശിൽ കയറേണ്ടി വരുന്നത്. പക്ഷെ അവന് പാപം ചെയ്തിട്ടില്ലെങ്കിലും അവൻ ക്രൂശിൽ കയറി. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് അവൻ പരിശുദ്ധാത്മാവിനെ
അവന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് എന്നേക്കും നമ്മളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മളുടെ കൂടെ ഇരിക്കാൻ. എന്തിന്? കർത്താവിൻ്റെ ആലോചനക്കാരനായിട്ട്. നമ്മൾ തെറ്റാൻ പോകുന്ന ഉടനെ അതല്ല വഴി, ഇതാണ് എന്ന് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എല്ലാ സമയവും നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. ഇനിയും വീണ്ടും വീണ്ടും അവൻ വരികയും ചെയ്യുന്നത് നമ്മെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു വീണ്ടും വരുന്നത് എന്തിനാണ്? നമ്മളെയും കൊണ്ട് സ്വർഗത്തിൽ പോയി അവൻ്റെ സിംഹാസനത്തിൽ നമ്മളെ ഇരുത്താൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സിംഹാസനത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പ്രമാണിക്കുകയാണെങ്കിൽ, ഞാൻ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും വന്ന് പിതാവിനോട് കൂടെ ചേർന്ന്, പിതാവും പുത്രനും ഞാനും കൂടെ ചേർന്നുള്ള ഒരു ജീവിതം, ആ ജീവിതമാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്. പിതാവാം ദൈവവും പുത്രനാം ദൈവവും നമ്മളും കൂടെ ചേർന്നുള്ളൊരു ജീവിതം. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹിതം മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമുക്ക് തീരാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. ഈ ലോകത്തിൽ നമ്മുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. ആ പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ്റെ ഇഷ്ടവും അത് ചെയ്യുന്നവരായി നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കീഴടക്കി കൊടുക്കാം. അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് തെറ്റിപ്പോകരുത്, നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. പിതാവിനോടുകൂടെ ചേർന്നിരിക്കാനുള്ള ആ വലിയ സാധ്യതയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉത്സാഹിക്കാം, ഉത്സാഹത്തോടെ ആയിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.